തുടർച്ചയായ ശരീരവേദന, ശരീരത്തിലുണ്ടാവുന്ന പിരിമുറുക്കം, പ്രത്യേകിച്ച് രാവിലെ സമയത്ത്, ചെറുതും വലുതുമായ ജോയിൻസിലുണ്ടാവുന്ന നീർക്കെട്ട്, ചെറിയ രീതിയിലുള്ള പനി, ശക്തിക്ഷയം എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഞാൻ ഡോക്ടർ ലാസിമ സാദിഖ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മുടെ ജോയിൻസിലുണ്ടാവുന്ന നീർക്കെട്ട്, വീക്കം, വേദന ഇവയ്ക്കാണ് വാദം എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വാദത്തിൽ, എങ്കിൽ കൂടി പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് സന്ധിവാദം. ഇതൊരു ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് ആണ്. ഇത് കൂടാണ്ട് തന്നെ 2 ജോയിൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറയും. അപ്പം നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ കൂടി വേദനയും നീർക്കെട്ടും വരാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ OA, അതല്ലെങ്കിൽ സന്ധിവാദം എന്ന് പറയുന്നത്. ഇത് കാര്യമായിട്ട് നമ്മുടെ വലിയ ജോയിൻസിനെയാണ് ബാധിക്കുന്നത്. അതായത് നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ്, ഇടുപ്പിലുള്ള ജോയിൻസിനെ ബാധിക്കാം, അതല്ലെങ്കിൽ മുട്ടിനെ ബാധിക്കാം. പക്ഷേ ചില കേസുകളിൽ നമ്മുടെ കഴുത്തിനെ ബാധിക്കാം. അതിന് നമ്മൾ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയും. ഇത് തന്നെ നമ്മുടെ നടുവിനെയാണ് ബാധിക്കുന്നത് എങ്കിൽ ലംബാർ സ്പോണ്ടൈലോസിസ് എന്നും. അതുമല്ല, ചില കേസിൽ നമ്മുടെ കൈകളെ ബാധിക്കാം. അതിനെ ഹാൻഡ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നും പറയും. ഇതിൽ 2ാമത്തെ വിഭാഗമാണ് രക്തവാദം, അതല്ലെങ്കിൽ ഗൗട്ട് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു രക്തവാദത്തിൽ നമുക്ക് വേദന, അതല്ലെങ്കിൽ നീര്, ചുട്ടുനീറ്റൽ, ചുവപ്പ് എല്ലാം കാണാൻ സാധിക്കാറുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. പണ്ട് കാലങ്ങളിൽ ഒരു 50 വയസ്സിന് ശേഷം കണ്ടുവന്നിരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ അത് ഒരു ചെറുപ്പക്കാരിൽ വരെ കണ്ടുവരുന്നു. അതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. എന്താണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്? നമ്മുടെ ശരീരത്തിലെ ആരോഗ്യ വ്യവസ്ഥ, നമ്മുടെ ശരീരത്തിലെ തന്നെ കോശങ്ങളെ ആക്രമിക്കും. അതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ സാധാരണ വീട്ടിലൊരു കാവൽക്കാരനെ നിയമിച്ചാൽ അവരുടെ ജോലി എന്തായിരിക്കും? ആ വീടിനെയും വീട്ടിലുള്ള ആൾക്കാരെയും സംരക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാവൽക്കാരൻ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ തന്നെ ആക്രമിച്ചാലുള്ളൊരവസ്ഥ എന്താണ്? അതാണ് RAയിൽ, അതല്ലെങ്കിൽ ആമവാദത്തിൽ സംഭവിക്കുന്നത്. ആമവാദത്തിന് കുറേ ലക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ശരീരവേദനയാണ്. കൂടെ ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ ജോയിൻസിൽ, സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും വീക്കവും. പിന്നെ രാവിലെ എണീറ്റാൽ ശരീരത്തിനൊരു മുറുക്കം. അതായത് ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കാല് നിലത്ത് കുത്താൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് കുറച്ച് ജോലികളൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ അത് നോർമലായിട്ട് വരും, അതല്ലെങ്കിൽ ആ വേദന, വീക്കമൊക്കെ കുറഞ്ഞിട്ട് വരും. ഇതാണ് നമ്മുടെ RAയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും ചെറിയ രീതിയിലുള്ളൊരു പനി കാണാം, അതായത് ഒരു ലോ ഗ്രേഡ് ഫീവറും ഇതിൻ്റെ ഒരു സിംറ്റമായിട്ട് കാണാം. ഈ ആമവാദത്തിൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് എവിടേക്കാണ് ബാധിക്കുക എന്നുള്ളത് സിമ്മെട്രിക്കലായിരിക്കും. കൈകൾ ബാധിക്കുകയാണെങ്കിൽ 2 കൈയിലും ബാധിക്കും, കാലിലാണെങ്കിൽ 2 ജോയിൻസിലും. അങ്ങനെ സിമ്മെട്രിക്കൽ എഫക്ഷനാണ് ആമവാദത്തിൽ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. നമ്മൾ പറഞ്ഞു ശരീരത്തിലൊരു പിരിമുറുക്കം ഇത് കാരണം വരാറുണ്ടെന്ന്. അതായത് ഇപ്പോൾ നമ്മൾ ഈ സിമ്പിളായിട്ട് പറഞ്ഞാൽ വാതിലൊരു വിജാഗിരി എന്ന് പറഞ്ഞൊരു സാധനമല്ലേ, അതിൽ എണ്ണ ആയിട്ടില്ലെങ്കിൽ ഒരു പിരിമുറുക്കം ഉണ്ടാവില്ലേ, ആ ഒരു അവസ്ഥയാണ് RAയിലുള്ള രോഗികളിൽ കാണിക്കാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആമവാദം ഉണ്ടാവുന്നു അതിനെക്കുറിച്ച് പറയാം ഇനി. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് പാരമ്പര്യമായിട്ട് പാരൻസിനുണ്ടെങ്കിൽ നമുക്കത് വരാം, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. ഇപ്പം അതും ഒരു 30 വയസ്സിന് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പൊണ്ണത്തടി, അതായത് ഓവറായിട്ട് തടിയുള്ളവരിലും ഇത് കാണിക്കാറുണ്ട്. കൂടാതെ അധികം ദഹിക്കാത്ത ഭക്ഷണം കഴിക്കുന്നവരാണ്, അതല്ലെങ്കിൽ തീരെ വ്യായാമം ചെയ്യാത്തവരാണ് എങ്കിൽ ഇവർക്കും RA വരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് തന്നെ 100% നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും. ഫാസ്റ്റ് ഫുഡിൽ വരുന്ന ബേക്കറി ഐറ്റംസ്, അതല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റ് മിക്സ് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ സോൾട്ടി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഇതിലൊക്കെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. ഇത് നമുക്ക് ഇൻഫ്ലമേഷൻ, അതല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാക്കാം. പിന്നെ പ്രധാനമായിട്ടും ഒന്നാണ് റെഡ് മീറ്റ്. റെഡ് മീറ്റ് വിഭാഗത്തിൽ പെടുന്ന എല്ലാ മീറ്റും നമുക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും.
അതുപോലെ തന്നെ ഒന്നാണ് ട്രാൻസ് ഫാറ്റ്. വനസ്പതിയിൽ അടങ്ങിയിട്ടുള്ള ട്രാൻസ് ഫാറ്റ് പോലുള്ളത് കഴിക്കുമ്പോഴും നമുക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാം. പൊതുവെ പാലും പാലുൽപ്പന്നങ്ങളും നമുക്ക് നീർക്കെട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നമ്മൾ പാലിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ സ്ഥിരമായിട്ട് ആൾക്കാർ കഴിക്കുന്നതാണ് ഗ്രിൽഡ് ഫിഷ്, ഗ്രിൽഡ് മീറ്റ്, അതല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത എല്ലാ ഐറ്റംസും ഹൈ ഫ്ലെയിമിലായിരിക്കും ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഗ്രില്ല് ചെയ്യുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു വസ്തു ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഗ്രില്ല് ചെയ്ത ഭക്ഷണങ്ങൾ ഈ ഒരു കോമ്പണൻ്റ് ആയിട്ടാണ് മാറുന്നത്. ഇത് കാരണം നമുക്ക് ഇൻഫ്ലമേഷൻസ് വരാം. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു പരിധിവരെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്നത് എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് മൂലമാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റുക. അതായത് ആറയുടെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനാണ്, നീർക്കെട്ടാണ്. അപ്പം നമ്മൾ നീർക്കെട്ട് കുറയ്ക്കാൻ പറ്റുന്ന തരം ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ട് കഴിക്കേണ്ടത്. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറുമീനുകളായ മത്തി, ചൂര എന്നിവ മുഴുവനായിട്ട് കഴിക്കുന്നത് വഴി നമുക്ക് കാൽഷ്യം കൂടി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതുകൂടാണ്ട് വാൾനട്ട്, ബദാം പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ചില ആളുകൾക്ക് നമുക്കിങ്ങനെ മീനൊന്നും കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ ഇതിന് പകരം ഉപയോഗിക്കാം. അത് കാരണം നമുക്ക് ആവശ്യമുള്ള omega-3 ഫാറ്റി ആസിഡ് ശരീരത്തിൽ എത്തും. ഇതുവഴി നമ്മുടെ നീർക്കെട്ട് കുറയുകയും തേയ്മാനത്തിൻ്റെ ഇൻറ്റൻസിറ്റി, തേയ്മാനം നമുക്ക് അതിൻ്റെ ആ ഒരു സ്പീഡ്, തേയ്മാനം സംഭവിക്കുന്നതിൻ്റെ ഒരു സ്പീഡ് കുറയ്ക്കാനും സാധിക്കും. പിന്നൊരു ഭക്ഷണമാണ് നമ്മുടെ ബീൻസ് എന്ന് പറയുന്നത്. ഇത് ഒരു വെജിറ്റബിൾ പ്രോട്ടീനാണ്, ഹൈ എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ് ഉള്ളതാണ്. ബീൻസ് വിഭാഗത്തിൽ പെടുന്ന ചതുരപ്പയർ, അതല്ലെങ്കിൽ വാളൻ പയർ, തുവരപ്പയർ ഇവയെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. വീക്ക്ലി ഒരു 3-4 തവണ കഴിക്കുന്നത് മൂലം നല്ല രീതിയിലുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുകയും ഇതുവഴി നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും. സാധാരണ രീതിയിൽ ഈ ആർത്രൈറ്റിസിലുള്ള ആളുകളിൽ സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ബീൻസ് കഴിക്കുന്നത് മൂലം നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കും. മലയാളികൾക്ക് അത്ര പരിചിതമല്ലെങ്കിൽ കൂടി ഇപ്പം നമുക്ക് സുലഭമായി ലഭ്യമാകിയ ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി എന്ന് പറയുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. സാധാരണ നീർക്കെട്ടുള്ളൊരു അവസ്ഥയിൽ നമുക്ക് ഫ്രീ റാഡിക്കൽസ് ഒരുപാട് കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ബ്രോക്കോളി പോലുള്ള പച്ചക്കറികൾ കഴിക്കുന്നത് മൂലം അതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ റിച്ച് സോഴ്സും കൂടിയാണ് ഈ ബ്രോക്കോളി എന്ന് പറയുന്നത്. വൈറ്റമിൻ എ, സി, കെ ഒക്കെ നല്ല അളവിൽ ബ്രോക്കോളിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്നതാണ് നമ്മുടെ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കഴിക്കുക എന്നുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളിയും നമ്മൾ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് നീർക്കെട്ട് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. എപ്പോഴും അത് ഭക്ഷണശേഷം കഴിക്കാൻ നോക്കുക, ശ്രമിക്കുക. വെറും വയറ്റിൽ കഴിച്ചാൽ നമുക്ക് ഗ്യാസ്ട്രിക് അൾസർ പോലുള്ള പ്രശ്നങ്ങൾ ചില ആളുകളിൽ വരാം, പ്രത്യേകിച്ച് കുറച്ച് പ്രായമായവരിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഭക്ഷണശേഷം അതല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെയോ കഴിക്കാൻ ശ്രമിക്കുക. ഇഞ്ചിയിൽ ജിഞ്ചറോൾ എന്ന് പറയുന്നതും അതുപോലെ തന്നെ മഞ്ഞളിൽ കുർക്കുമിൻ പറയുന്ന ഒരു കണ്ടൻറ്റുമാണ് നമ്മുടെ ഇൻഫ്ലമേഷനെ, നീർക്കെട്ടിനെ ഒഴിവാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ ടീ. ചായയിലുള്ള മധുരം, അതായത് ചായ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മധുരം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽത്തി ആയ ഒരു പാനീയം എന്നുള്ള രീതിക്കും ഗ്രീൻ ടീ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഈ ഗ്രീൻ ടീയിലുള്ള പോളിഫിനോൾസ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ കാർട്ടിലേജിൻ്റെ സ്ട്രെങ്ത് കൂട്ടും. അപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രധാന ലക്ഷണം നീർക്കെട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നീർക്കെട്ടാണ്. ഈ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മുടെ വീടുകളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഉലുവ. ഈ ഉലുവ കുറച്ചെടുത്ത് വറുത്ത് പൊടിച്ചിട്ട് കർപ്പൂരാതി തൈലത്തിൽ മിക്സ് ചെയ്തിട്ട് എവിടെയാണോ നീർക്കെട്ടുള്ളത് ആ ഭാഗത്തൊരു 45 മുതൽ 1 മണിക്കൂർ വരെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ സ്ഥിരമായി ദിവസത്തിൽ 1 തവണയെങ്കിലും 15 ദിവസത്തേക്ക് ചെയ്യുകയാണെങ്കിൽ നീർക്കെട്ട് നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. നീർക്കെട്ട് മാത്രമല്ല, അത് കാരണം ഉണ്ടാകുന്ന വേദനയും സ്റ്റിഫ്നെസ്സൊക്കെ നമുക്ക് ഇത് ചെയ്യുന്നത് വഴി കുറയ്ക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കല്ലുപ്പിട്ടിട്ട് ആവി പിടിക്കുന്നത്, അതായത് എവിടെയാണോ വേദന ഉള്ളത് ആ ഭാഗത്ത് ആവി പിടിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങാക്കായ
അതിൻ്റെ ഒരു സ്ട്രക്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ജോയിൻറ്റ് പോലുള്ളതാണ്, അതായത് ഓരോ ബ്ലോക്ക് പോലുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കി കുടിച്ചാൽ, സിമ്പിളായിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി മിക്സ് ചെയ്തിട്ട് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത്, ഇതും സ്ഥിരമായി ഒരു 10 ദിവസമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നമ്മളെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി ഇത് ഭാവിയിൽ വരാം ചില ആളുകളിൽ, പ്രത്യേകിച്ച് ലേഡീസിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഒഴിവാക്കേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, അതായത് ഒരു പരിധി കഴിഞ്ഞ് വെയിറ്റ് കൂടാതിരിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടുന്ന ഭക്ഷണ രീതി ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും സ്ഥിരമായിട്ട് ചെയ്തു പോവുക. എരിവ്, പുളി, മസാലകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ ഇവ നീർക്കെട്ടുണ്ടാക്കാം. അമിതമായി വ്യായാമം ചെയ്യുന്നവർക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുക. എന്ന് വിചാരിച്ചിട്ട് തീരെ വ്യായാമം ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവരുത്. മിതമായ ആഹാരവും വ്യായാമവും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം വേണം, റെസ്റ്റ്. ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തടയാൻ സഹായിക്കും. ഇതുപോലെ നല്ലൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.